PMC പദ്ധതിയെ ചൊല്ലി മന്ത്രിസഭയിലെയും LDFിലെയും തർക്കത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും പരാമർശങ്ങളിലെ വിഷമം തുറന്നു പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി കെ പ്രകാശ് ബാബുവിന്റെയും GR അനിലിന്റെയും വാക്കുകൾ വേദനിപ്പിച്ചെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിഷേധങ്ങളിൽ AISFും AIYFും പക്വത കാണിക്കണമായിരുന്നുവെന്നും വി ശിവൻകുട്ടി പ്രതികരിച്ചു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഘടകകക്ഷി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയും CPMും തമ്മിലുള്ള ഒരു തർക്കമാണ് ഉണ്ടായിരുന്നത്. ആ തർക്കം ഉണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ പക്വതയോടുകൂടി ചെയ്യണമായിരുന്നു. ഒരിക്കലും ആർക്കും വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതായത് അവർ പ്രതിഷേധം അതിര് കടന്നു എന്നാണ് മന്ത്രി തോന്നുന്നത്. വേദന തോന്നുന്ന രൂപത്തിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അതേസമയം സമവായത്തിന് മുൻകൈയെടുത്ത CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു അഭിനന്ദിച്ചു. പദ്ധതിയിൽ CPI കബളിപ്പിക്കപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത്? അതാണല്ലോ പ്രശ്നം. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു. എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത്? പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ. ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ സമയം പറയാതിരിക്കുക, അതിൻ്റെ കാല അളവ് പറയാതിരിക്കുക. അത് CPI കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിശദാംശങ്ങളുമായി അരുൺ രാജും ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം എന്താണ് വി ശിവൻകുട്ടി പറഞ്ഞത് എന്നതിന് വിശദാംശങ്ങളിലേക്ക് പോയതിനു ശേഷം ശ്രീജിത്തിലേക്ക് എത്താം. അരുൺ രാജ്, എന്താണ് വി ശിവൻകുട്ടി പറഞ്ഞത്? ഉന്മേഷ്, ഇന്ന് കൊല്ലത്ത് നടന്ന പരിപാടിക്കിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടി തന്റെ മനസ്സ് തുറന്നത്. അതിൽ CPI നേതാക്കളോടും അതുപോലെ തന്നെ AIYFിനോടും AISFിനോടുമുള്ള പരിഭവം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് തനിക്കെതിരെ മന്ത്രി GR അനിലിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ CPI ദേശീയ നേതാവ് കെ പ്രകാശ് ബാബുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. MA ബേബിയെ നിസ്സഹായൻ എന്ന് വിളിച്ച പ്രകാശ് ബാബുവിന്റെ പ്രസ്താവന അത് തനിക്ക് വലിയ വേദനയുണ്ടാക്കി എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, മന്ത്രി GR അനിലിന്റെ ഭാഗത്തുണ്ടായ പ്രസ്താവനയാണ്. ബിനോയ് വിശ്വത്തെ കാണാൻ പോകുമ്പോൾ GR അനിൽ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും തനിക്കെതിരെയുള്ള നീക്കങ്ങൾ, തനിക്കെതിരെ പ്രസ്താവന നടത്തുന്നതിൽ GR അനിൽ യാതൊരു മിതത്വവും പാലിച്ചില്ല എന്നുള്ളതായിരുന്നു ഈ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തനിക്ക് ഉണ്ടാക്കിയ വേദന അത്രത്തോളം വലുതാണ്. മറ്റൊന്ന്, YFിന്റെയും SFിന്റെയും ഭാഗത്തുനിന്നുണ്ടായ ഒരു പക്വതയില്ലാത്ത പ്രതിഷേധങ്ങളാണ്. തന്റെ വീട്ടിലേക്കടക്കം പ്രതിഷേധങ്ങൾ എത്തി, പിന്നീട് കോലം കത്തിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരമൊരു കാര്യങ്ങൾ നടത്തിയത്? അത് എക്കാലവും തനിക്ക് മറക്കാൻ കഴിയില്ല. അത് വേദനയായി തന്നെ തുടരുന്നു. പക്ഷേ അത് CPIയോടുള്ള എതിർപ്പല്ല തനിക്കുള്ളത്. ഇക്കാര്യത്തിൽ എതിർപ്പ് തനിക്കുള്ളത്, ഇക്കാര്യത്തിൽ പരിഭവം തനിക്കുള്ളത് CPIയുടെ രണ്ട് നേതാക്കളോടും അതുപോലെ തന്നെ YFിന്റെയും SFിന്റെയും ചുമതലക്കാരോടുമാണ് എന്ന് കൃത്യമായി തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. PM ശ്രീ വിഷയവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. അത് അടഞ്ഞ അധ്യായമാണെന്നും അതിനേക്കാൾ ഉപരി ഈ വിഷയങ്ങളിൽ വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്, ഒരു വിഷമതയാണ് തനിക്കുള്ളത് എന്നുകൂടി അദ്ദേഹം ഇന്ന് കൂട്ടിച്ചേർക്കുന്ന അവസ്ഥയുണ്ടായി. ശരി, ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇനി പുറമേക്ക് പ്രതികരണങ്ങളില്ല എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അകത്തെല്ലാം ഭദ്രമാണോ ശ്രീജിത്ത്? ഉന്മേഷ്, ഈ കാര്യത്തിൽ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട മുന്നണിയിലെ തർക്കത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും അതിൻ്റെ മുറിവുണങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അതുകൊണ്ടാണ് വി ശിവൻകുട്ടിയും മറ്റും CPIയുടെ നേതാക്കന്മാരുടെയും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും പ്രതികരണത്തിലുള്ള പരിഭവവും പരാതികളും തുറന്നു പറയുന്നത്. എന്നാൽ വി ശിവൻകുട്ടി ഈ നടത്തിയ പരിഭവവും പരാതികളും CPI മന്ത്രിമാർക്കുമുണ്ട്. അത് ദേശീയ വിദ്യാഭ്യാസ നയം കൃഷി വകുപ്പിൽ നടപ്പിലാക്കിയെന്ന ആസൂത്രിത പ്രചരണം തുടങ്ങിയത് CPIM ഗ്രൂപ്പുകളും ഒപ്പം തന്നെ SFIയും പോലുള്ള സംഘടനകളുമാണ്. മാത്രമല്ല, കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായ B അശോകിൻ്റെ സ്വകാര്യ വസതിയിലേക്ക് SFI മാർച്ച് നടത്തുകയും അദ്ദേഹത്തിന് വീട്ടിൽ കടന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ നയപരമായ പ്രശ്നമായിരുന്നെങ്കിൽ മന്ത്രിയുടെ വസതിയിലേക്കടക്കം മാർച്ച് നടത്തുന്നതിന് പകരം, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നതിന് പകരം അത്തരത്തിൽ CPI ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സമീപനത്തിലേക്ക് SFI വന്നതിലുമുള്ള പ്രതിഷേധം അവർക്കുമുണ്ട്. അവരത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ രണ്ടു ഭാഗത്തും ഈ പ്രശ്നത്തിൽ താൽക്കാലിക പരിഹാരമായെങ്കിലും പരിഭവങ്ങളും പരാതികളും ഇരുപക്ഷത്തുമുണ്ട് എന്നതാണ് വസ്തുത. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.